ക്ലീഷ ചോദ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഈ മലയാളികളുടെ വിജയ് എന്നൊക്കെയുള്ള കമന്റ്സ്. പിള്ളേരൊരു കാര്യം, മലബാർ ടീം വരുന്നു, ആ ടീം വരുന്നു, അങ്ങനെ ഒരു ടീമേ ഇല്ല. ഇത് സൗഹൃദത്തിന്റെ പുറത്ത് സിനിമ ഉണ്ടാവുന്നു. മലയാള സിനിമയിലേക്ക് നിരവധി പുതുമുഖ താരങ്ങളാണ് ഓരോ ഘട്ടത്തിലും കടന്നു വരുന്നത്. എന്നാൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് പ്രേക്ഷക മനസ്സിൽ സ്വന്തമായ ഇടം കണ്ടെത്തിയ നടനാണ് ഇന്ന് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങളും ഒപ്പം തന്നെ പുതിയ സിനിമാ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അത് മറ്റാരുമല്ല, ലുക്മാൻ അവറാൻ. സ്വാഗതം. താങ്ക് യു. നമ്മൾ ആദ്യം പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം എന്നൊക്കെ ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും നന്നായി ഈ പറഞ്ഞതുപോലെ തന്നെ ലുക്കിലൊക്കെ ആകെ മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എന്താണ് ഈ ഒരു പുതിയ മാറ്റത്തിന് പിന്നിൽ? ഏതാണ് സിനിമ? പുതിയ മാറ്റം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നു. മെയ് 2-ാം തീയതി റഹ്മാൻ ഖാലിദ് ഡയറക്റ്റ് ചെയ്യുന്ന തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. പേരൊന്നും നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ബോക്സിങ് പരിപാടിയാണ് സിനിമ. ബോക്സിങ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബോക്സിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും പരിപാടിയൊക്കെ ആയിട്ട് തടിങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. ഇനിയും കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചിലപ്പോൾ കുറയും. അപ്പോൾ ഈ പ്രാക്ടീസിങ് സെക്ഷനൊക്കെ എങ്ങനെയാണ്? പ്രാക്ടീസിങ് സെക്ഷൻ നമ്മൾ കാലത്ത് വെയിറ്റ് ട്രെയിനിങ്ങും ഈവനിങ് ടൈമിൽ ബോക്സിംഗും ആണ്. ഈ ഡയറ്റൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ട ഒരു. അപ്പോൾ ഭക്ഷണത്തിനതും പ്രശ്നം? ഭക്ഷണത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നും, ഇഷ്ടത്തോടു കൂടി വേണ്ടാന്ന് വെക്കും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഇഷ്ടം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു സുഖമുണ്ടല്ലോ മനസ്സിന്. ഈ എപ്പോഴും പറയുന്നത് പോലെ സിനിമ എപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ് എന്ന് ഞാൻ പല ഇന്റർവ്യൂകളിലും കേട്ടിട്ടുണ്ട്. അതിന്റെ ആ സ്ട്രഗ്ലിംഗിന്റെ കൂടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ഉള്ളൊരു മാറ്റമൊക്കെ കാണുന്നത്? ഞാൻ ആ വാക്കിഞ്ഞ് നിർത്തി. അല്ല, ആക്ച്വലി സ്ട്രഗ്ലിംഗ് ഒന്നല്ലത്, ഇത് സന്തോഷമല്ലേ. നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിനിമ നമ്മളെ തേടിയെത്തുന്നു എന്നുള്ളത് തന്നെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. നമ്മളൊന്നും ഇതിനുവേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത സിനിമകളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തരം സിനിമകൾ നമ്മളെ തേടിയെത്തുമ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാം, നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുന്നു. അത് നല്ലൊരു അനുഭവമാണ്. ഈ ലുക്മാന്റെ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോഴേ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് ഈ തല്ലുമാല നോക്കുന്നു. തല്ലുമാലയിൽ ഒരു സ്റ്റണ്ട് സീനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഇതുപോലെ ഒരു സ്റ്റണ്ട് സീൻ, ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ശരിക്കും ഇടിയോട് താല്പര്യമുണ്ടോ? ഇടിയോട് അങ്ങനെ റിയൽ ലൈഫിൽ താല്പര്യമൊന്നുമില്ല. പക്ഷേ സിനിമ നമ്മൾ ചെറുപ്പത്തിലെ സിനിമ കാണുമ്പോൾ നമുക്ക് ഈ ഫൈറ്റൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഫൈറ്റ് ചെയ്യണം, നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ തോന്നുമല്ലോ. അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിനപ്പുറം എല്ലാ സിനിമയിലും ഫൈറ്റൊന്നുമില്ല. ഇപ്പോൾ സൗദി വെള്ളൊക്കെ ആണെങ്കിലും ഓപ്പറേഷൻ ജാവ ആണെങ്കിലും ലാസ്റ്റ് കൊറോണ ധവാനാണെങ്കിലും ഇതൊന്നും ഫൈറ്റില്ല. പക്ഷെ ഫൈറ്റുള്ള സിനിമകളുണ്ട്. എല്ലാത്തരം സിനിമകളും ചെയ്യാൻ ഇഷ്ടമാണ്. ഈ ഫൈറ്റ് മാത്രം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു യൂത്തന്മാരുടെ ഇടയിൽ കുറച്ചുകൂടെ ഒരു ഫൈറ്റിംഗ് ക്യാരക്ടേഴ്സ് ശരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർവെല്ലിൽ ഒരു ഫൈറ്റ്. അങ്ങനെ ഫൈറ്റ് എന്നുള്ള, സത്യം പറഞ്ഞാൽ ഫൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്യാം, ഫൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് സിനിമ ചെയ്യണമല്ല. നമ്മൾ ടോട്ടലി സ്ക്രിപ്റ്റ് കേട്ട് ആ ടീമിൻ്റെ ഒപ്പം സംസാരിച്ച് ആ കഥ കേട്ട് നമുക്ക് വർക്കായി തോന്നിയ സിനിമ ചെയ്യാന്നുള്ളതാണ്. നല്ല സിനിമയാണെന്ന് തോന്നിയ സിനിമ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഫൈറ്റ് ആണെങ്കിലും എല്ലാം, ഹ്യൂമർ ആണെങ്കിലും ഇമോഷനാണ്, ബാക്കി എല്ലാ ഇമോഷൻസും അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന. ഈ സൗദി വെള്ളയ്ക്ക പോലുള്ള സിനിമയിലെ ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് അല്ലാതെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കുറച്ചുകൂടി ഇമോഷണലി കൺവേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് നല്ല സ്റ്റഡി വേണ്ടതാണ്. അത് ആളുകളിൽ കൂടുതൽ നമുക്ക് ഫലിപ്പിച്ചെടുക്കേണ്ടതാണ്. അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്താറുള്ളത്? അത്ര ഒരു ക്യാരക്ടറിനോട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് ഡയറക്ടറുമായിട്ടുള്ള ഡയറക്ടർക്ക് കറക്റ്റായ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ എന്തായാലും ഒരു നല്ല ഡയറക്ടർ ആകുമ്പോൾ. അപ്പോൾ അത് സൗദികളിലൊക്കെ തരുണായിരുന്നു. തരുണിന് നല്ല ക്ലാരിറ്റി ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ നമ്മളായിട്ടുള്ള സംസാരവും സ്ക്രിപ്റ്റും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ. അത് എത്രത്തോളം ആ ഡയറക്ടർ വിചാരിച്ച മനസ്സിൽ കണ്ടത്ര നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നനുസരിച്ചിരിക്കും. അത് ഡയറക്ടർ എടുത്തോളും. ഞാൻ എപ്പോഴും ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അവർ പറയുന്നത് അവരനുസരിച്ച് അവരുടെ രീതിയിൽ പോകുന്ന ഒരു ആക്ടറാണ്. അവരുടെ കൂടെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരം. തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് ഇല്ലാതെ ആക്ടേഴ്സ് ഇല്ലല്ലോ, അവരാണ് എപ്പോഴും നമ്പർ 1. ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ നമ്മുടെ ഒരു മലബാർ ടീം ഉണ്ടല്ലോ, മോസിൻ ബരാരി, ഖാലിദ് റഹ്മാൻ, ഹർഷദ്, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകൾ എപ്പോഴും കൂടെയുള്ള ആളുകളാണ്. ഈ ലൊക്കേഷൻ ഫൺ
ആ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാറ്? അല്ല, ഈ മലബാർ ടീം എന്ന് പറയുമ്പോൾ അത് വേറൊരു അങ്ങനെ മലബാർ ടീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീമായിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ റഹ്മാൻ ഖാലിദ് ഒന്നാമത്തെ റഹ്മാൻ ഖാലിദ് കേട്ടിട്ടുണ്ട്. റഹ്മാൻ ഖാലിദ് ഫോട്ടോ വെച്ചിലാണ് റഹ്മാൻ ഖാലിദിനോട്. മൂസിൻ ബരാരി മലപ്പുറം ജില്ലയിൽ. ഇത് നമ്മളങ്ങനെ നമ്മൾ മലബാർ ടീം വരുന്നു, ആ ടീം വരുന്നു, അങ്ങനെ ഒരു ടീമേ ഇല്ല. ഇത് സൗഹൃദത്തിൻ്റെ പുറത്ത് സിനിമ ഉണ്ടാവുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, സൗഹൃദം തന്നെയാണ് അതിൻ്റെ ഒരു ഫാക്ടർ. ഒരു ഫാക്ടർ മാത്രം ഒരു സിനിമ ഉണ്ടാവാനുള്ള. അപ്പോൾ അങ്ങനെ മൂസിനായിട്ട് സിനിമ തന്നെയാണ് ഞങ്ങളെ ഒക്കെ അടുപ്പിച്ചത്. സിനിമയോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ആഗ്രഹവും തന്നെയാണ് എല്ലാവരും കൂടി ഞങ്ങൾ സൗഹൃദം ഉണ്ടാക്കിയത്. അങ്ങനെ സിനിമകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ഈ പ്രിപ്പറേഷൻസ് ആണെങ്കിലും നമ്മളൊന്നിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നു. നമ്മളിങ്ങനെ വീട്ടിൽ കല്യാണമൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരുങ്ങുന്നു, ഇങ്ങനെ ഒരുങ്ങുന്നു, അങ്ങനെ ഒരുങ്ങുന്നു. അങ്ങനത്തെ ഒരു ഒരുക്കമാണ് ശരിക്കും ഒരു നമ്മുടെ ടീമിൽ നമ്മുടെ സൗഹൃദത്തിലെ സിനിമ ഉണ്ടാകുമ്പോൾ. ഞാൻ റീസെന്റ് കണ്ടത് നിങ്ങളുടെ നേപ്പാൾ ട്രിപ്പിന്റെ ഒരു കുറെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്? യാത്രകളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഇതിൻ്റെ ക്യാമ്പിൽ ബേസ് ക്യാമ്പ് പോയായിരുന്നു. അപ്പോൾ ഞാൻ, റഹ്മാൻ ഖാലിദ്, ഷൈജുക, മൂസിൻ ബരാരി, അങ്ങനെ എല്ലാവരും, ഷീനാസ് കൊണ്ട് ഫ്രണ്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, സനു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ബേസ് ക്യാമ്പ് പരിപാടി എന്നൊക്കെ ഇവരുടെ നിന്നാണ് ഇവർ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഞാൻ പുതുതായിട്ട് കയറി ചെല്ലണം അതിലേക്ക്. ഇന്ന് ഞാനുണ്ട്. പക്ഷെ അത് കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആണ്, കുറച്ച് ചലഞ്ചിങ്ങും ആണ്. മാത്രമല്ല നല്ല തണുപ്പൊക്കെ ഉള്ള സമയം. ഭയങ്കര തണുപ്പാണ്, ഓക്സിജന്റെ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കുറെ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് നല്ലതാ. അവരുടെ ഇടയിൽ കയറി പറ്റുന്നതാണല്ലേ? അതെ, ഇവരെല്ലാം ഓരോന്ന് പ്ലാൻ ചെയ്യും. ഇപ്പൊ സിനിമ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സിനിമ ആണെങ്കിൽ ഇവർ പ്ലാൻ ചെയ്യണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ ചരടുവലി തുടങ്ങും. എങ്ങനെ അവിടെ കയറാം, അങ്ങനെ കയറുന്നതാണ്. ഈ കയറി പറ്റുന്ന കാര്യം പറയുമ്പോഴേ, സിനിമയിലേക്ക് നമ്മൾ വലിയ സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു, ഒരുപാട് ആളുകൾ നമുക്ക്, അതായത് ആദ്യം നമുക്കൊരു ഉറപ്പിക്കാനൊരു കുറേ സമയം എടുത്തിട്ടുണ്ടാകും. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്കുള്ള കടന്നു വരവ്, അവിടെ നിലയുറപ്പിക്കുന്നത്? അതിനൊക്കെ ആരൊക്കെയാണ് സഹായിച്ചിട്ടൊക്കെ ഉള്ളത്? അങ്ങനെ നിലയുറപ്പിക്കുക അങ്ങനൊന്നും നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ലല്ലോ. ആകെ ഒറ്റ കാര്യം ഉണ്ടാകുന്നുള്ളൂ, എങ്ങനെയൊരു സിനിമ അഭിനയിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയൊരു സിനിമ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ശരിക്കും ഞാൻ കോഴിക്കോട് പോയതും കൊച്ചിയിലോട്ട് വന്നതും. പക്ഷെ അതൊന്നും വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീട്ടിൽ പല ജോലി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഒരു ഭാഗ്യം തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെ കണ്ടുമുട്ടിയ ആളുകൾ, എനിക്കൊരു സ്ഥലത്തൊന്നും അങ്ങനെ ഒരു മോശം അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടുമുട്ടിയവരും എല്ലാവരും എന്നെ സഹായിച്ചിട്ടുള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരാളെന്നല്ല, അത് പല മുഖങ്ങളാണ് എൻ്റെ. അതങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ടിൽ വരും പല മുഖങ്ങളും. അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് കീപ്പ് ചെയ്യാൻ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട്. ഞാനത് കീപ്പ് ചെയ്യണം എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതിപ്പോഴാണ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ജോലിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടൊക്കെ സിനിമയ്ക്ക് പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് അമ്മയൊക്കെ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കി? ധൈര്യമായിട്ട് സിനിമക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. ഞാൻ അഭിനയിക്കാൻ പോവാ, പണ്ട് അഭിനയിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമ അഭിനയിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടാവില്ല. പിന്നല്ല അവർക്ക്. അപ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷയില്ല. അവർക്ക് ആർക്കും പ്രതീക്ഷ ഉണ്ടാവില്ല. അല്ല, ആരും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വേറൊരാളെ സ്ഥാനത്ത് നിന്നിട്ട് എന്നെ നോക്കി കാണുമ്പോൾ, ഞാൻ ചങ്ങനകുളത്ത് ഉദിനപ്പറമ്പിൽ നിന്ന് ഒരാൾ വീട്ടിൽ നിന്ന് അറിയുന്നത് ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നത് സിനിമയാണ്. ഒന്ന് പോളാവുന്ന സിനിമ, വേറെ പണിയെടുത്ത് ജീവിക്കാതെ. അതുതന്നെയാണ് എന്നോടും പറഞ്ഞത്. ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയാം. പക്ഷെ ഞാനത് പറഞ്ഞില്ല. നമ്മളെല്ലാവരോടും പറയാതെ ഞാൻ കുറച്ച് കള്ളം പറയേണ്ടി വന്നപ്പോൾ, ചില കള്ളങ്ങളൊക്കെ നല്ലതിന് വേണ്ടി പറഞ്ഞതല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജോലിയാന്നൊക്കെ പറഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞ് ഞാനവിടെ ട്രെയിനായിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊച്ചിയിൽ നിന്നിരുന്നത്. പല ജോലികളും ചെയ്തിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്ത്. അപ്പോൾ ഒപ്പം നേരത്തെ പരിചയപ്പെട്ടവരൊക്കെ പിന്നെ സിനിമയിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ചുറ്റുള്ള ആളുകളൊക്കെ ഓരോരുത്തർ സിനിമയിൽ ഒടുങ്ങി. അപ്പോൾ അതിലൊക്കെ എന്നെ ഭാഗമാക്കിയതാണ് അവർ. അല്ലാതെ ഞാൻ തേടി പിടിച്ച് കണ്ടെത്തിയൊന്നുമില്ല. അവർ എന്നെ ആ സിനിമയിലോട്ട് ചൂസ് ചെയ്തതാണ്. അത് ഭയങ്കര, അതാണ് പറഞ്ഞത്, അത് ഭാഗ്യം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമയിലേക്ക് ചൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേ, നമുക്ക് ഒരു കൂടുതൽ തിരക്കുള്ള സമയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ നല്ല നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ഉത്സവ സീസണൊക്കെ വരും. ഇപ്പോൾ പെരുന്നാളാണെങ്കിലും ആദ്യമൊക്കെ നമ്മൾ നാട്ടിൽ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം തിരക്കുള്ള സമയത്തെ ആ ഒരു പെരുന്നാളും നേരത്തെയുള്ള പെരുന്നാളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
നേരത്തെ പെരുന്നാളെന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഒരു ആഴ്ച ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പെരുന്നാളിനോടൊപ്പം ഞാൻ ചെല്ലിനോട് പ്രത്യേകിച്ച് വീട്ടുകാർക്ക് സന്തോഷമോ വേറെ ഇമോഷൻ ചേഞ്ച് ഒന്നുമില്ല. ആ തലേ ദിവസം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പെരുന്നാൾ പുതിയ ഡ്രസ്സ് ഇടുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി തിരക്ക് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ തലേ ദിവസം എത്തുന്നു. ചിലപ്പോൾ ചില പെരുന്നാൾ ചിലപ്പോൾ അതും പറ്റില്ല. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു, അപ്പോൾ തന്നെ തിരിച്ചു പോരുന്നു. പക്ഷെ ഇതൊന്നും നഷ്ടപ്പെട്ടതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാ. ഈ തിരക്കും ഇതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ ഈ തിരക്കും ഇതിൻ്റെ ആ റഷും പരിപാടിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സന്തോഷം. സ്വാഭാവികമായിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴേ നമ്മുടെ ഉമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്യില്ലേ നമുക്ക്? നമ്മുടെ ഫുഡൊക്കെ ഇടയ്ക്ക് പോയി കഴിക്കും. അതിനപ്പുറം ഇവിടെ മിസ് ചെയ്യാനും പറ്റില്ലല്ലോ ഇത് രണ്ടും. അപ്പം നമ്മൾ എന്തല്ല എന്തെങ്കിലും എല്ലാം കൂടി കിട്ടണമെന്ന് കിട്ടിയിട്ടൊരു ലോകത്തൊരു മനുഷ്യനുണ്ടാവില്ലല്ലോ. അപ്പം എല്ലാം നമുക്ക് ചിലത് നഷ്ടപ്പെടുമ്പോൾ ചിലത് നേടും, ചിലത് നേടുമ്പോൾ അപ്പുറത്ത് ചിലത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടലല്ല, നമുക്ക് എന്ത് സന്തോഷം അതാണ് നമ്മൾ ചെയ്യണേ. ഇപ്പൊ ഫാമിലി കുറച്ചുകൂടെ വലുതായി, ഭാര്യ കുഞ്ഞ്, എങ്ങനെയാണ് അവരോടൊക്കെ ഉള്ളത്? ഇത്തവണത്തെ പെരുന്നാളിന് എന്താണ് പ്രത്യേകത? ഇത്തവണത്തെ പെരുന്നാളിന് കുഞ്ഞുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ പെരുന്നാൾ എന്തായാലും വീട്ടിലുണ്ടാവും. ആ ഒരു സന്തോഷമുണ്ട്, അത് സന്തോഷമാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യണം. ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ 2 ദിവസം കിട്ടും. 2 ദിവസം ഇവിടെ നിന്ന് ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ഈ സെറ്റിലെ പെരുന്നാൾ ഓർമ്മകളൊക്കെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ വൈബ്. നോമ്പ് ഇപ്പോൾ പെരുന്നാളിനൊക്കെ ഷൂട്ടില്ലാതിരിക്കുന്ന ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ആയിരുന്നു ഫെസ്റ്റിവൽസ് ആണെങ്കിലും ലൊക്കേഷനിൽ തന്നെ ഇതാക്കല്. നോമ്പാണെങ്കിലും നമ്മൾ നോമ്പ് തുറക്കാനും എല്ലാ രീതിയിലും ലൊക്കേഷൻ ഓക്കെയാണ്. എല്ലാ ആഘോഷങ്ങളാണെങ്കിലും എല്ലാം ചില്ലാണ്. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? പഴയ ലുക്മാനിൽ നിന്ന് പുതിയ ലുക്മാനിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ചില സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തല്ലുമാല നല്ല വൈബ് കോസ്റ്റ്യൂമാണ്. ഈ പറയുന്ന നമ്മുടെ സുബൈദ മനസ്സിൽ അടിപൊളി കോസ്റ്റ്യൂമാണ്. സുലേഖ മനസ്സിൽ നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂമിലേക്കൊക്കെ വരുമ്പോൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് തന്നെയല്ലേ അതിനൊക്കെ ഓരോ സിനിമയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നോർമലി ഒക്കെ ചെയ്യുന്നത് മറ്റേ ദർവേഷും റമീസ് അങ്ങനെയൊക്കെയുള്ള സറാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യണേ. ഇപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ ബോക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ സറാഷ് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇട്ട് പോയത് എന്നൊക്കെ പറയും. ഞാൻ വിട്ട അതിന് സമയം ഉണ്ടായില്ല അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് ഇങ്ങനെ ഓരോ സിനിമയിലും മാറി മാറി വരാം ഡിസൈനേഴ്സുള്ള. ഒരു ചോദ്യം കൂടി ചോദിക്കും, ഒരു ക്ലീഷേ ചോദ്യമാണെന്ന് തോന്നുന്നത്. ഈ മലയാള സിനിമയിലെ നടന്മാരുടെ ഒരു സങ്കല്പമൊക്കെ മാറ്റിയിട്ടാണ് ലുക്മാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പം നമ്മുടെ റീസെന്റ് മീഡിയാവിൻ്റെ തന്നെ ഇന്റർവ്യൂവിൽ ഞാനെടുത്ത് കമന്റ്സ് വായിക്കുന്ന സമയത്ത് മലയാളികളുടെ വിജയ് എന്നൊക്കെയുള്ള കമന്റ്സ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഒരുപാട് സൈബർ അറ്റാക്കും പല സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ രണ്ടിനെയും ഒരേ രീതിയിലാണ് എടുക്കുന്നത്. എടുക്കുന്നത് ഞാൻ അധികം വിജയ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ വിജയായി എന്നുള്ള മുഴുവൻ എടുക്കുന്നില്ല. അപ്പോൾ സൈബർ അറ്റാക്ക് കടന്നാൽ ഞാൻ അതിന് കൂടുതൽ വിഷമിക്കണില്ല. നമുക്ക് എന്താ ആവശ്യമുള്ളത് അത് എടുത്താൽ മതി. അത് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ എന്നാലും ശരി, നമ്മളൊരാൾ ഉപദേശിക്കുകയാണെങ്കിലും ശരി, ഒരാൾ എന്താണെങ്കിലും നമുക്ക് ബോധ്യമായത് മാത്രം എടുത്താൽ മതി. ഇത് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ബോധ്യപ്പെട്ടാൽ ഞാനത് ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ല, ഇനി നമ്മൾ സ്വന്തം ഫാമിലി വീട്ടിൽ നിന്ന് പറഞ്ഞ പോലും നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇതൊക്കെ നമ്മളോടാണല്ലോ നമുക്ക് ആദ്യം ഇഷ്ടവും ഇതൊക്കെ വേണ്ടത്. അതുകൊണ്ട് എന്നെ അത് അങ്ങനെ അത്ര വലിയ രീതിയിൽ ബാധിക്കാറില്ല. പക്ഷെ വിജയ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. നമ്മളൊരു പരിധിവരെ ഞാൻ എന്നിട്ട് ഒരു ഇന്റർവ്യൂല് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറയായിരുന്നു അത് കണ്ടിട്ടോ അതുകൊണ്ട് വിജയ് അഭിനയം നിർത്തി. വിജയ് അഭിനയം നിർത്താന്നല്ലേ, ഇനി ഞാൻ അഭിനയിച്ചിട്ട് കാര്യമില്ല വിജയ്. അല്ല, പക്ഷെ റീസെന്റ് ഉള്ള ഇന്റർവ്യൂസിന്റെ ഒക്കെ താഴെ മലയാളികളുടെ വിജയ് എന്നുള്ള കമന്റ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പറയട്ടെ, പിള്ളേരൊരു കാര്യം നമ്മളെല്ലാം അതെല്ലാവരും ഒക്കെ ഇഷ്ടം കൊണ്ട് അല്ലേ എല്ലാം പറയണത്. അതൊക്കെ സന്തോഷമാണ്. ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം നാട്ടിലേക്ക് വരുമ്പോഴൊരു നമ്മുടെ നാടൻ പ്രദേശം അവിടുന്ന് മാറി നമ്മുടെ സിറ്റിയിലേക്കൊക്കെ മാറി ലൈഫ് മാറി തിരിച്ചു പോകുമ്പോൾ ആളുകളുടെ ഒരു സ്വീകാര്യത ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണോ, അല്ല പഴയ ലുക്മാൻ തന്നെയാണ് ഇപ്പോഴും? അല്ല, ഈ ചിലവരിലൊക്കെ നമ്മളതിന് സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ എനിക്കങ്ങനെ ടൗണിലോട്ട് വന്നു, ഞാൻ ഗ്രാമത്തിലോട്ട് പോയി, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഗ്രാമം ഏകദേശം ടൗൺ പോലെയൊക്കെ ആയി തുടങ്ങിയല്ലോ. എല്ലാത്തിനും ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് അതേ സെയിം ടൈമിൽ തന്നെ എല്ലാം അറിയാം, എല്ലാ അപ്ഡേഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പോൾ ഫ്രണ്ട്സിനെ കാണാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ സമയം നമ്മുടെ ക്ലബ്ബിൽ പോയിരിക്കലും അങ്ങനത്തെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ രാത്രി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യലും എല്ലാം നടക്കാറുണ്ട്. അതൊക്കെ കളഞ്ഞിട്ട്
അതൊക്കെ അറിയില്ല, അതങ്ങനെ നോർമലി നടക്കുന്നുണ്ട് എല്ലാം. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രഗിളിങ്ങും ക്ലീഷ ആയപ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് കുറെ ബുദ്ധിമുട്ടിയൊക്കെ പിന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾ അതായത് പ്രേക്ഷകർ മനസ്സിൽ ഇടം കൊടുത്ത ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് അവസാനിച്ചു എന്നൊക്കെ കരുതുന്നുണ്ട്. മാത്രമല്ല ഇനി മുന്നോട്ടുള്ള സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ സെലക്റ്റീവായിട്ട് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ള രീതി തന്നെയാണ് എന്നെ കാണുന്നത്. സിനിമ ഇപ്പം ഈ പറഞ്ഞ സ്ട്രഗിളിങ് നിലനിൽക്കലും ഒക്കെ അതെന്നുണ്ടാവും. അത് നമ്മളിങ്ങനെ അടുത്ത സിനിമ, ആ സിനിമയുടെ സക്സസ്, അടുത്ത സിനിമയുടെ പരാജയങ്ങൾ, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമുക്ക് എത്രത്തോളം അതൊക്കെ ഓരോരുത്തരെ അതൊക്കെ അതേ പോലെ അത് അങ്ങനെ മുന്നോട്ട് പോലാണ് ഇതിൻ്റെ അവസാനിക്കാത്ത സ്ട്രഗിളിങ്. അത് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം തീർന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു നാളെ എന്ന് പറഞ്ഞൊരു നാളെ ഇല്ലല്ലോ, ഒരു ദിവസമില്ല. അത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നുണ്ടാവും, അതല്ലെങ്കിൽ ഇതുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളിവിടെ മരിക്കുന്നവരെ ജീവിക്കും. അല്ല എന്നാലും ഇനി കൂടുതൽ സിനിമകൾ വരുന്ന സമയത്ത് ഒരേ സമയം കുറേ സിനിമകൾ നമ്മളൊരു സെലക്റ്റീവ് മൈൻഡിലേക്ക് അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് അത് കേട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് സക്സസ് ആവോ, ഈ തിയേറ്ററിൽ ഹിറ്റാവോ എന്ന് നമുക്ക് ആദ്യം തീരുമാനിക്കാൻ പറ്റില്ല. അത് തിയേറ്ററിൽ ഇറങ്ങി ജനങ്ങളാണല്ലോ അത് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ കൊടുത്ത് ജനങ്ങൾ പോരടാ എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്തത് നോക്കാം എന്നുള്ള മൂടെ നമുക്ക് പറ്റുള്ളൂ. ഈ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രങ്ങളാണ്, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഒരു ഫ്യൂച്ചറിലേക്ക് ഇനി വരികയാണെങ്കിൽ ഇന്ന കഥാപാത്രം ചെയ്താൽ കൊള്ളാം, നന്നായിരിക്കും, എനിക്ക് ആ റോള് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്ന ഏതെങ്കിലും കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മളൊരു ഈ ഒരു കഥാപാത്രം ചെയ്യാൽ അങ്ങനെ ചില കഥാപാത്രങ്ങൾ നമ്മൾ അഭിനയിച്ച് കാണുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന കഥാപാത്രം ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്നെ വെച്ച് ഡയറക്ടേഴ്സ് എങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് അവർ, ഞാൻ പുതിയ ആൾക്കാരൊക്കെ സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് അപ്പോൾ അവരെന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ മുന്നേ ചെയ്തുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും അപ്പോൾ ആ ഒരു അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. ഇപ്പോൾ അതാണ് ശരിക്കും എന്നെ നമ്മളുള്ളതല്ലേ എനിക്കുള്ളൊരു ഇത്. അതായത് ഡയറക്ടേഴ്സ് എന്താ ആഗ്രഹിക്കുന്നു, ഡയറക്ടേഴ്സ് എന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്കി കാണാനാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ശ്രമിക്കാറ്. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ സിനിമയിലെ സഹകഥാപാത്രങ്ങളുണ്ടല്ലോ, ഇപ്പോൾ തല്ലുമാലയൊക്കെ പറയുന്നത് നമ്മൾ ടോവിനോ, ഇപ്പൊ പുതുതായിട്ടൊരു പടം വരാൻ ധ്യാൻ ചേട്ടന്റെ കൂടെ പടം വരുന്നു, ഷൂട്ട് തുടങ്ങിയ ആ പടത്തിൽ ധ്യാൻ ചേട്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ യുവാക്കളുടെ ഒക്കെ ഇടയിൽ ഭയങ്കര ഊർജ്ജസ്വലനായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ധ്യാൻ ചേട്ടനായിട്ടുള്ള കോംബോ എങ്ങനെയാണ് ഷൂട്ടിന്റെ? ഞാൻ ആക്ച്വലി ധ്യാൻ ആദ്യമായിട്ടാണ് ധ്യാൻ ബ്രോനെ കാണാൻ പോണത്. സത്യത്തിൽ ഞങ്ങള് ഇതുവരെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചാറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും, ചാറ്റ് ചെയ്യുന്ന സെൻസ് ഓൺലൈനിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിലും ഈ സിനിമക്ക് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളെ കോമ്പിനേഷൻ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ധ്യാൻ്റെ പോർഷനാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ജൂലൈയിലാണ് അതിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യും. റഹ്മാൻ ഖാലിദ് സിനിമ കഴിഞ്ഞിട്ടാണ് മുഹാഷിൻ്റെ ആ സിനിമ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഠിന കടവരത്തിൻ്റെ ഡയറക്ടർ ഉണ്ട പുഴുവിൻ്റെ റൈറ്റർ അർഷദൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അത് ഞാൻ ജൂലൈയിലാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ അതാണ് അത് കാത്തിരിക്കുന്നത്. എനിക്ക് ധ്യാനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇൻ്റർവ്യൂസും സിനിമകളും എല്ലാം. സിനിമകളെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂസിലാണല്ലോ ഇപ്പോൾ റീൽസ് ഒക്കെ അപ്പോൾ അത് ഞാൻ പിന്നെ ആ കോംബോ എനിക്ക് ഭയങ്കര വർക്കാവുന്ന ഭയങ്കര പ്രതീക്ഷയുള്ള വർക്കാവട്ടെ. ഇനി ഈ റീൽസുമായിട്ട് പറയുമ്പോഴേ നമ്മൾ ചില സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഈ ഡാൻസ് നേരത്തെ വശമുള്ളതാണ്? നമുക്കറിയാത്ത ഡാൻസ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നമ്മൾ ഈ ആർട്സ് ഡേ ഒക്കെ കളിച്ചുള്ള ഡാൻസും പരിപാടിയൊക്കെ തന്നെ ഉള്ളു. അത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ സുലൈഖ മനസ്സിലാണെങ്കിൽ നമുക്ക് കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ജിഷ്ണു ആണെങ്കിൽ. അപ്പുറത്ത് തല്ലുമലയാണെങ്കിൽ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നിഞ്ചയും അവരൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രിപ്പറേഷനും പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ. സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ട്രൈ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളൊരു ഡാൻസ് ക്ലാസ്സും പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ട്രൈയും നമ്മൾ ഒപ്പം നടത്തുന്നുണ്ട്. കുറെ വീഡിയോസ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിൻ്റെ ഒക്കെ ആയിട്ട്. ഈ സുലേഖ മനസ്സിലൊക്കെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സംഭവം. ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ നമ്മളെ കൂടുതൽ തോന്നുന്നു സോങ് ഹിറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടോ, എപ്പോഴും റിപ്പീറ്റ് വാല്യൂം ആളുകൾ എപ്പോഴും കാണും ഒക്കെ ചെയ്യും. അത് ഭയങ്കര അതും വിഷ്ണു വിജയാണ് മ്യൂസിക്, മൂസിൻ പെരാരുടെ ലിറിക്സ്, അഷ്റഫ് ഖാൻ ഡയറക്ഷൻ. അപ്പോൾ അത് സുലൈഖ മനസ്സിൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ആ ഒരു രീതിയിൽ. ഇപ്പോൾ ഈ ഉള്ള അഭിനയിക്കാൻ പോകുന്ന സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതാണ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ പടങ്ങൾ ഏതാണ് ഇനി? ഫ്യൂച്ചർ എന്തൊക്കെയാണ് കമ്മിറ്റ്മെന്റ്സ്? അപ്പം നമുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത മജുക്കയുടെ ഡയറക്റ്റ് ചെയ്ത പടം പെരുമാണി. അതെനിക്ക് തോന്നുന്നു മെയിൽ റിലീസായിരിക്കും. അതിന് മുന്നേ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസുണ്ട്. പിന്നെ ഇപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ റഹ്മാൻ ഖാലിദിൻ്റെ പടം, മുഹാഷിൻ്റെ പടം, ഷമലിൻ്റെ പടം, പിന്നെ ടിക്കിറ്റാക്ക എന്ന് പറഞ്ഞിട്ട് രോഹിത് വിഎസിൻ്റെ. അതൊക്കെയാണ് ഇപ്പോൾ പിന്നെ പാരലലി ഷൂട്ട് ഇങ്ങനെ നടക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ. ഫുള്ള് തിരക്ക് തന്നെയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, മാനേജ് ചെയ്യാവുന്ന തിരക്കേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിന് ഈ ഫാമിലിയിലോട്ടൊക്കെ വരുമ്പോഴേ ഇപ്പോൾ ഭാവി ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ? ഇടയ്ക്കൊക്കെ തോന്നും. അപ്പോൾ വീട്ടിൽ പോകും, അവരെ സെറ്റിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അതൊക്കെ ഇപ്പോൾ എളുപ്പമാണ്. നമ്മളെന്താണെന്ന് വെച്ചാൽ അതൊന്നും അങ്ങനെ വലിയ മിസ് ചെയ്യുന്ന ഇതായിട്ടൊന്നും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പുറത്ത് നമ്മുടെ കരിയർ പരിപാടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യൽ കുറയുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ ടെൻഷനുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെന്തോ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സങ്കടം, ഒരു സംശയം മാത്രമേ ഉള്ളൂ ശരിക്കും. ഫുള്ള് എല്ലാവരും ഉമ്മയുടെ ഭാഗത്തു നിന്ന് ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ ഉമ്മനെ പറ്റി പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം 36 ഒരു മാറ്റം എങ്ങനെയാണ്? ഇനി ഉമ്മാനെ പറ്റി ഉമ്മ എന്നെ ചീത്താറോ, വീട്ടിൽ കയറി പോരുത് എല്ലാ ഇൻ്റർവ്യൂവിൽ കയറിയിട്ട്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ അമ്മ എന്നൊക്കെ പറയുന്നത്. അതിനൊരു അങ്ങനത്തെ ഒരു സ്നേഹമാണല്ലോ. ആ സ്നേഹത്തിന് നമ്മളെങ്ങനെ വേറൊന്നും വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ നമ്മളാണ്ട് പറഞ്ഞു പോകണതാണ്. അതുപോലെ തന്നെ കേട്ടോ, അമ്മ അച്ഛനെ ഉപ്പി അപ്പുറത്തുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇൻ്റർവ്യൂസ് പറഞ്ഞാണ്. ഞാൻ വെറുതെ കൂടുതൽ പറഞ്ഞു ആൾക്കാർക്ക് എനിക്ക് തന്നെ പണിയെന്ന് ചോദിച്ചു. ഈ സിനിമയിലായിട്ട് കത്തി നിൽക്കുന്ന സമയത്താണ് കല്യാണം വരുന്നത്. ശരിക്കും അറേഞ്ച് മാരേജ് ആയിരുന്നു അത്? ശരിക്കും അറേഞ്ച് മാരേജ് ആയിരുന്നു. ശരിക്കും എല്ലാത്ത അറേഞ്ച് മാരേജ് ഉണ്ടോ? ശരിക്കും അറേഞ്ച് മാരേജ് ആയിരുന്നു. അതെന്താ വെച്ചാൽ വീട്ടുകാർ കണ്ട് ഒരു പ്രാവശ്യം കണ്ടു, ഇഷ്ടമായിട്ട് പിന്നെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ജുമൈമ എന്നാണ് പേര്, ഹൈദർ എന്നാണ് മോൻ്റെ പേര്. മോൻ്റെ ഹൈദറാണ്. അപ്പോൾ കൂടുതൽ തിരക്കിൽ നിന്നും തിരക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് സന്തോഷം. വീട്ടിലെല്ലാവരും പെരുന്നാൾ ആശംസകൾ അറിയിക്കും. താങ്ക് യു സോ മച്ച്. മീഡിയ വണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. താങ്ക് യു.